ഹലോ ഫ്രണ്ട്സ്, ക്രിപ്റ്റോകറൻസി മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് വളരെ ലളിതമായും ഏറ്റവും ആഴത്തിലും വിശദീകരിക്കുന്ന ഒരു വീഡിയോ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് വാച്ച് ചെയ്തതിന് ശേഷം പ്ലീസ് കണ്ടിന്യൂ ടു വാച്ച് ദിസ്. കാരണം ആദ്യത്തെ വീഡിയോയിൽ ഒരു ബ്ലോക്ക് എന്താണെന്നും അതിൽ ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്ന രീതി എന്താണെന്നും അതിൻ്റെ ക്രിപ്റ്റോഗ്രാഫി എങ്ങനെയാണെന്നും എന്തുകൊണ്ടാണ് അതിനെ ബ്ലോക്ക് ചെയിൻ എന്ന് വിളിക്കുന്നതെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ട ശേഷം ഇതിലേക്ക് വരികയാണെങ്കിൽ ഒരു റിയൽ ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിൽ പോയിട്ട് അനലൈസ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. ഇങ്ങനെ ഒരു 6.25 BTC പുതിയതായിട്ട് ഉണ്ടാക്കുന്നതിനെയാണ് ബിറ്റ്കോയിൻ മൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന നോഡ് ഓപ്പറേറ്റർക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 6.25 BTC വെറുതെ കിട്ടി, പ്ലസ് അതിലുള്ള ട്രാൻസാക്ഷൻസിൻ്റെ ഫീസും കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ബിറ്റ്കോയിൻ്റെ ബ്ലോക്ക് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഇത് നമ്മളൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇവിടുത്തെ വെബ്സൈറ്റിൽ ഇതൊരു ബ്ലോക്ക് ചെയിൻ ഡെമോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. സോ ഇവിടെ നോക്കൂ, ഇത് ബ്ലോക്ക് ചെയിൻ നമ്പർ ID 1, ഇതിൻ്റെ നൗൺസ് ഇതാണ്, ഡാറ്റ ഒന്നുമില്ല. സോ ഇത് സാമ്പിൾ ആയതുകൊണ്ട് ഇതിൻ്റെ ഹാഷ് 4 0 വെക്കുന്ന പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ഞാൻ ഇട്ടു. ഓക്കെ, ഇതാണ് ബ്ലോക്ക് ചെയിൻ ഡാറ്റാബേസ്. നമ്മൾ പറഞ്ഞു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ആണ്. സോ ഇറ്റ് ക്യാൻ സ്റ്റോർ എനി ഡാറ്റ, നോട്ട് ജസ്റ്റ് ട്രാൻസാക്ഷൻ, അല്ലേ? അപ്പോൾ ഞാൻ എഴുതിയ എൻ്റെ ഡാറ്റ ഇതാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഐ വാണ്ട് ടു സ്റ്റോർ ദിസ്. ഒരു 10 മിനിറ്റിൽ ഈ ട്രാൻസാക്ഷൻ മാത്രമേ വന്നുള്ളൂ എന്ന് വയ്ക്കൂ. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഹാഷ് നോക്കൂ, ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് വിത്ത് 639E20. ദിസ് ഈസ് നോട്ട് എ വാലിഡ് ബ്ലോക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റ നെറ്റ്വർക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിലെ എല്ലാ ഇതും കൂടി ഈ നൗൺസ് റാൻഡം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോഴത്തെ നൗൺസ് നോക്കൂ, 72608 ആണ്. അപ്പോൾ ദെൻ ദേ വിൽ സ്റ്റാർട്ട് മൈനിങ്. ആ നൗൺസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഫസ്റ്റ് 4 ഹാഷ് 0 ആക്കാൻ നോക്കും. ഞാൻ സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ മൈൻ, ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് എൻഡിൽ ഇവർ റാൻഡം ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ നോൺസ് മാറും. ഇത് നോൺസ് മാറുമ്പോൾ ഹാഷ് 000 ആവും. കണ്ടോ, ഇപ്പൊ ഇവര് റാൻഡം ആയിട്ട് നോൺസ് ആഡ് ചെയ്ത് നോക്കിയിട്ട് ഈ ഹാഷ് ഫസ്റ്റ് 4 ഡിജിറ്റ് ആക്കി. സോ നൗ ഇറ്റ് ഈസ് എ വാലിഡ് ബ്ലോക്ക്. വാലിഡ് ബ്ലോക്ക് ആയപ്പോൾ വന്ന ഡാറ്റയിൽ വന്ന മാറ്റം എന്താണ്? ദിസ് ഡാറ്റ ഈസ് ക്രിയേറ്റഡ് ബൈ മീ. അത് നെറ്റ്വർക്കിന് മാറ്റാൻ പറ്റില്ല, കാരണം ഇറ്റ് ഇൻവോൾവ്സ് മണി ട്രാൻസാക്ഷൻസ്, അല്ലേ? ഇറ്റ് കാൻ ചേഞ്ച്, ഇറ്റ്സ് മൈ ഡാറ്റ. അപ്പൊ ഇതിലാകെ ചെയ്ത കാര്യം, ഇത് നോൺസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു വാലിഡ് ഹാഷ് ID ഉണ്ടാക്കി. ഇതിനെയാണ് മൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വാലിഡ് ഹാഷ് ID ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ മൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ കമ്പ്യൂട്ടർ കുറച്ചു നേരം വർക്ക് ചെയ്തു. അതിന് ആസ് എ റിവാർഡായിട്ട് ആ പ്രോഗ്രാം 6.25 BTC കൊടുക്കും. ഇത്രയേ ഉള്ളൂ മൈനിങ്. ദിസ് ഈസ് സോ സിമ്പിൾ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് മൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു. നമ്മളൊരു എക്സാമ്പിൾ കണ്ടു. ഇപ്പം നമ്മൾ കണ്ട എക്സാമ്പിളിൽ 4 zeros ആണ് എടുക്കുന്നത്. ഇത് ഓരോ സീറോസ് കൂടുന്തോറും മൈനിങ്ങിന്റെ ഡിഫിക്കൽട്ടി കൂടി വരും. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 10 സെക്കൻഡ് കൊണ്ട് ആ ബ്ലോക്കിന്റെ ഹാഷ് കണ്ടുപിടിച്ചു, അല്ലേ? ഇതുപോലെ 20 0 എത്തണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ട്രില്യൺസ് ഓഫ് റാൻഡം ഓപ്പറേഷൻസ്. അപ്പൊ അതുകൊണ്ടാണ് ബിറ്റ്കോയിൻ ഒരുപാട് ഇലക്ട്രിസിറ്റി ചെലവാക്കുന്നുണ്ട്, ഒരുപാട് ഡിഫിക്കൽട്ട് ആണെന്നൊക്കെ ഉള്ള കിംവദന്തികൾ വരുന്നത്. പക്ഷെ എനിവേ, ഇങ്ങനെയാണ് ഓരോ ബ്ലോക്കും സീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പോൾ ഒരു ബ്ലോക്ക് ഇങ്ങനെ സീൽ ചെയ്തു എന്ന് വിചാരിക്കൂ. ഈ ബ്ലോക്ക് സീൽ ചെയ്തു എന്നിരിക്കട്ടെ. ഇതിൽ ആരെങ്കിലും വന്നിട്ട് ഇവിടെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ എന്ത് പറ്റും? ഇവിടെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ എന്ത് പറ്റും? അപ്പോൾ ഈ ഹാഷ് ID മാറും.
ഹാഷ് ഐ ഡി മാറിയാൽ ഇറ്റ് ബിക്കം എൻ ഇൻവാലിഡ് ബ്ലോക്ക്. പിന്നെ ഇതിനെ വാലിഡ് ബ്ലോക്ക് ആക്കണമെങ്കിൽ നോൺസ് കുറേ കറങ്ങണം. പക്ഷെ അത് നോൺസ് മാറ്റി വരുമ്പോൾ ഇതിന് പുതിയ ഹാഷ് ഐ ഡി വരും. അപ്പോൾ നെക്സ്റ്റ് ഈ ബ്ലോക്ക് മാറ്റേണ്ടി വരും. ഈ ബ്ലോക്ക് മാറ്റുമ്പോൾ അടുത്ത ബ്ലോക്ക് മാറ്റേണ്ടി. അപ്പോൾ അതൊരു ചെയിൻ പോലെ ഫുള്ള് മാറ്റേണ്ടി വരും. അപ്പോൾ എൻ്റെ നെറ്റ്വർക്കിലെ ഫുൾ ഡാറ്റ മാറ്റേണ്ടി വരും. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ബൈ എ സിംഗിൾ നോഡ് ഓർ സിംഗിൾ മെഷീൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബിറ്റ്കോയിൻ്റെ നെറ്റ്വർക്കിൽ വരുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇമ്മ്യൂട്ടബിൾ ഡാറ്റയാണ്. ഒരാളോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമോ വിചാരിച്ചാൽ ഇറ്റ് കനോട്ട് ബി ഓൾട്ടേഡ്. ഈവൻ ദോ ഇറ്റ് ഈസ് പബ്ലിക്, നോബഡി ക്യാൻ ആൾട്ടർ ദ ഡാറ്റ. ഇപ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി മനസ്സിലായോ? ഒരക്ഷരം മാറിയാൽ പുതിയ ഹാഷ് കിട്ടാൻ, അതിൻ്റെ പുതിയ ഐഡൻറ്റിറ്റി കിട്ടാൻ ലോട്ട് ഓഫ് ഓപ്പറേഷൻ ഗോയിങ് ബിഹൈൻഡ്. അങ്ങനെയാണ് ബ്ലോക്ക് ചെയിനിൽ ഡാറ്റ സെക്യൂർഡ് ആക്കുന്നത്. കൂടുതൽ കമ്പ്യൂട്ടർ വരുന്തോറും ഇറ്റ് വിൽ ബിക്കം മോർ ആൻഡ് മോർ സെക്യൂർഡ് അല്ലേ? ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് പഠിച്ചു, ബ്ലോക്ക് ചെയിനിലെ ബ്ലോക്ക് എന്താണെന്ന് പഠിച്ചു, ഓരോ ബ്ലോക്കും ജനറേറ്റ് ചെയ്യുന്നതിനുള്ള SHA-256 എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ലൈവും കണ്ടു. ഇനി നമുക്കൊരു റിയൽ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ്റെ എക്സ്പ്ലോറർ തുറന്നിട്ട്, ഒരു ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് തുറന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ഫാർ നമ്മൾ ബ്ലോക്ക് ചെയിനിലെ ബ്ലോക്ക് എന്താണെന്ന് മനസ്സിലാക്കി. ആ ഡാറ്റ ബ്ലോക്കുകളായിട്ട് എങ്ങനെയാണ് ഒരു ചെയിൻ ഫോർമാറ്റിൽ ലിങ്ക് ചെയ്യുന്നത് മനസ്സിലാക്കി. ഓരോ ബ്ലോക്കിലെയും ഡാറ്റ സെക്യൂർഡ് ആയിട്ട് ഒരു ബ്ലോക്ക് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് യൂസിങ് ഹാഷ് അൽഗോരിതം, അതും മനസ്സിലാക്കി. ഇനി നമുക്ക് വേണ്ടത് ഡയറക്ട്ലി വി ആർ ഗോയിങ് ടു സി എ ബ്ലോക്ക് ചെയിൻ എക്സ്പ്ലോറർ ഫോർ ബിറ്റ്കോയിൻ. അപ്പോൾ ഇത് ഞാനിവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നതിൽ ബിറ്റ്കോയിൻ്റെ എക്സ്പ്ലോററാണ് നമ്മൾ തുറന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്ന് നോക്കിയാൽ നമുക്കറിയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലോക്ക് 15 മിനിറ്റ് മുമ്പാണ് ജനറേറ്റ് ചെയ്തത്. ഓക്കെ, പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് അറിയേണ്ടത് ഇതാണ്, കണ്ടോ? ഇതിൽ ഓരോ ലേറ്റസ്റ്റ് ബ്ലോക്കുകളും ഇവിടെ ജനറേറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഈ ബ്ലോക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ബ്ലോക്കിനും ഒരു ഐഡിയ ഉണ്ട്, അതാണ്. അപ്പോൾ ഇവിടെ ഇത് ഇൻക്രിമെൻ്റ് ആയിട്ട് പോകും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ബ്ലോക്ക് ഇന്ന് സെപ്റ്റംബർ 2 9:50 PM UTC ആ സമയത്താണ് എടുത്തത്. ഈ ബ്ലോക്ക് റിവാർഡ് കിട്ടിയിരിക്കുന്നത് ബിനാൻസിനാണ്. യു ക്യാൻ സി ബിനാൻസ് എക്സ്ചേഞ്ച് ബാക്ക് എൻഡിൽ ബിറ്റ്കോയിൻ മൈനിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ബിനാൻസിനാണ് ഇത് കിട്ടിയത്. ഈ ബ്ലോക്ക് റിവാർഡ്സ് കിട്ടിയത് ആൻഡ് പൂൾസിനാണ്, ഇവിടെ വേറെ ഫൗണ്ടറിക്കാണ്. അപ്പോൾ ഇങ്ങനെ ആർക്കാണ് ഇത് കിട്ടിയത്, ഏത് മൈനർക്കാണ് ഇത് കിട്ടിയെന്നുള്ളത് ഇവിടെ കാണിക്കും. ആൻഡ് ഇവിടെ നോക്കൂ, ഈ ബ്ലോക്ക്, അതായത് ഏകദേശം ഒരു 15 മിനിറ്റ് മുമ്പ് ഉണ്ടായ ബ്ലോക്ക് നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ബ്ലോക്ക് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് ഈ ബ്ലോക്കിൻ്റെ ഹാഷ്. ഇറ്റ്സ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദിസ് ബ്ലോക്ക്. ഇതിൽ നോക്കൂ, ഫസ്റ്റ് 20 ഡിജിറ്റ്സ് 000 ആണ്. അപ്പോൾ ഈ ഹാഷ് അതിൽ 20 ഡിജിറ്റ് ആക്കുന്നതിന് വേണ്ടി വർക്ക് ചെയ്തത് ഈ ബിനാൻസിനോടാണ്. അതായത് എല്ലാവരും വർക്ക് ചെയ്തു, പക്ഷേ ഏറ്റവും ആദ്യം സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു ഹാഷ് ജനറേറ്റ് ചെയ്തത് ബിനാൻസിൻ്റെ മൈനറാണ്. അപ്പോൾ അതുകൊണ്ട് റിവാർഡ്സ് ഗോസ് ടു ബിനാൻസ്. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് നോക്കേണ്ട ബാക്കി കാര്യങ്ങൾ, ആ ബിറ്റ്കോയിൻ്റെ ഉള്ളിൽ നമ്മൾ ഡാറ്റ കണ്ടു, ബ്ലോക്കിൻ്റെ ഉള്ളിലത്തെ ഡാറ്റ കണ്ടു. അപ്പോൾ ഡാറ്റ വരുന്നത് ഏതാണ്? 1107 ട്രാൻസാക്ഷൻസ് അതിൻ്റെ ഉള്ളിലുണ്ട്. ആ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത്രയും ട്രാൻസാക്ഷൻസിന് വേണ്ടി വരുന്ന ഫീസ് എത്രയാണെന്ന് നോക്കൂ, 0.09 BTC കണ്ടോ. അപ്പോൾ ഈ ബ്ലോക്ക് ഏറ്റവും ആദ്യം പ്രോപ്പറായിട്ടൊരു ഹാഷ് കണ്ടുപിടിച്ചതിന് 6.25 BTC അവർക്ക് ജനറേറ്റ് ചെയ്തു. അങ്ങനെയാണ് ബിറ്റ്കോയിൻ 6.25 ബിറ്റ്കോയിൻ മൈൻ ചെയ്തെടുത്തത്. അതായത് ഈ ബ്ലോക്ക് നമ്പർ 805,947 എന്നുള്ളത് മൈൻ ചെയ്തെടുത്തതിന്, ഈ ഹാഷ് വെച്ച് കറക്റ്റാക്കി ജനറേറ്റ് ചെയ്തെടുത്തതിന് 6.25 BTC റിവാർഡായിട്ടും കിട്ടി. പിന്നെ ആ ബ്ലോക്കിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന 1017 ട്രാൻസാക്ഷൻ ഫീ ആയിട്ടുള്ള 0.0905 BTCയും ബിനാൻസിന് കിട്ടി. ഇതെങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താം? ഇതിൻ്റെ താഴെ ആ ബ്ലോക്കിലുള്ള 1117 ട്രാൻസാക്ഷൻസും കാണിച്ചിട്ടുണ്ട് ഇവിടെ, കണ്ടോ. ഈ ട്രാൻസാക്ഷൻസിൽ അവസാനത്തെ ട്രാൻസാക്ഷൻ നോക്കൂ, ഏറ്റവും അവസാനത്തെ ട്രാൻസാക്ഷൻ 6.34. ഈ 6.34 എന്ന് പറയുന്നത് ഈ 6.25 BTC ഇവർക്ക് കിട്ടിയ റിവാർഡായിട്ട് കിട്ടിയ, അതായത് ഈ ബ്ലോക്ക് മൈൻ ചെയ്തെടുത്തപ്പോൾ കിട്ടിയ റിവാർഡായിട്ട് കിട്ടിയ 6.25 BTCയും
അതിൻ്റെ ട്രാൻസാക്ഷൻ ഫീസ് ആയിട്ടുള്ള 0.095 ചേർത്തിട്ടാണ് 6.34 BTC കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ഇതിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ പറയുന്നത്, കണ്ടോ, എക്സ്പ്ലോർ ട്രാൻസാക്ഷൻസ്. 1017 ട്രാൻസാക്ഷൻസ് ഉണ്ട് ഈ ബ്ലോക്കിൽ. അപ്പോൾ ഈ ബ്ലോക്കിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് തുറന്നു നോക്കിയാൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും. അതാണ് ബ്ലോക്ക് ചെയിൻ ട്രാൻസ്പെറൻ്റ് ആണ് എന്ന് പറയുന്നത്, ബ്ലോക്ക് ചെയിൻ ഇമ്മ്യൂട്ടബിൾ ആണ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ബ്ലോക്ക് ചെയിൻ ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. അതായത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഹാഷ് ID ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്. നോൺസ് ട്രയൽ ആൻഡ് എററിൽ ട്രൈ ചെയ്ത് ആദ്യത്തെ 20 ഡിജിറ്റ് കറക്റ്റായിട്ടുള്ളൊരു ഹാഷ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ചെയിൻ ആയതുകൊണ്ട് ഇടയ്ക്കൊരു ബ്ലോക്കിൽ വന്ന് ഫ്രോഡ് കാണിച്ചാൽ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ബ്ലോക്കിലും ഫ്രോഡ് കാണിക്കണം. ഇറ്റ്സ് വെരി 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 ഡിഫിക്കൽട്ട്. ഐ മീൻ ഇപ്പോൾ ഉള്ള കറണ്ട് കാൽക്കുലേഷൻ പവർ വെച്ചിട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്ന് തന്നെ പറയാം. ഓക്കെ, അതാണ് ഗൈസ്. ഐ തിങ്ക് ദിസ് എക്സ്പ്ലനേഷൻ ഗിവ് യു എ ഡീറ്റെയിൽഡ് ഐഡിയ അബൌട്ട് ഹൗ ബ്ലോക്ക് ചെയിൻ വർക്ക്സ്, എന്തുകൊണ്ടാണ് അതിനെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് മെൻഷൻ ഇൻ ദ കമൻറ്റ് ബോക്സ്. ഐ വിൽ ബി ക്ലാരിഫൈയിങ് ഇറ്റ്. ഓക്കെ, ആൻഡ് ഇഫ് യു ഫൈൻഡ് ദിസ് very useful and informative, please share it with your friends who is struggling to understand the concept of blockchain. ഇതിൻ്റെ ഫൗണ്ടേഷൻ മനസ്സിലാക്കിയാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിരിക്കും. ഇത് ഇൻവെസ്റ്റ്മെന്റിന് ഇത് ആവശ്യമില്ലെങ്കിലും ഒരു ക്രിപ്റ്റോ എന്തൂസിയാസ്റ്റ് എന്നുള്ള നിലയ്ക്ക് വി ഷുഡ് നോ ദ ഫൗണ്ടേഷൻ, റൈറ്റ്? ഫൗണ്ടേഷൻ ഈസ് ദ കീ. അതുകൊണ്ടാണ് ഞാനത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് റിയലി വാല്യൂ ആഡഡ്. Thank you, guys.